കടലപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് റെഡിയാക്കി എടുത്താലോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ 1/4 കപ്പ് പാലാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വലിയ കട്ട ആകുന്ന രീതിയിലാവരുത്. അപ്പോൾ കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തരി പോലെയുള്ള ഒരു ടെക്സ്ചറിലായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമ്മളൊരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിട്ടോ. ഇതാ നല്ല തരിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും കട്ടയില്ലാതെ തന്നെ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കടലപ്പൊടി ഇട്ടെടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ പാൻ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗറൊക്കെ ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ യെല്ലോ കളറിൻ്റെ അത് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുകി വരണം കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റിക്കാവുന്ന ആ ഒരു രൂപത്തിലാവും കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കടലപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരിവായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് സെറ്റാക്കാൻ ഏത് പാത്രത്തിലോട്ടാണോ ആക്കുന്നത് വെച്ചെങ്കിൽ അതിലോട്ട് പെട്ടെന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒഴിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷാക്കി കൊടുക്കണം കേട്ടോ.
എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിസ്തയൊക്കെ വെച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചൂടോട് കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.